ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്നത്തെ നമ്മുടെ വായനഭാഗം 1 ശമൂവേൽ 11 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി 1 ശമൂവേൽ 13 അധ്യായം 13 വാക്യം. ശമൂവേൽ ശൗലിനോട് പറഞ്ഞത്, നീ ചെയ്തത് ഭോഷത്വം. നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. യഹോവ ഇസ്രായേലിന്മേൽ നിന്റെ രാജത്വം എന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു. ഇപ്പോഴോ നിന്റെ രാജത്വം നിലനിൽക്കയില്ല. ഇസ്രായേൽ ജനത്തിന്റെ ആവശ്യം മാനിച്ച ദൈവം അവർക്കൊരു രാജാവിനെ നൽകുന്നതാണ് ഇന്നത്തെ വായനഭാഗം. രാജഭരണത്തിന്റെ ആദ്യകാല സംഭവങ്ങൾ നാം ഇവിടെ കാണുന്നു. പ്രഥമ രാജാവ് ആദ്യം ദൈവാത്മാവിന്റെ ശക്തിയാൽ ജനത്തെ നയിക്കുകയും വലിയ വിജയങ്ങൾ നേടുകയും ചെയ്തു. എന്നാൽ കുറച്ചു കാലത്തിനു ശേഷം ദൈവിക വഴികളിൽ നിന്ന് വ്യതിചലിക്കുകയും ദൈവകൽപ്പനയെ മറുത്തുകൊണ്ട് സ്വന്തം ഇഷ്ടം നടപ്പിലാക്കുകയും ചെയ്യുന്നു. ദൈവം നമുക്ക് വിജയം നൽകുന്നതിനനുസരിച്ച് കൂടുതൽ താഴ്മയുള്ളവരാകുവാൻ, വിനയമുള്ളവരാകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ അത്രേ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, ദൈവത്തിന്റെ ആത്മാവ് വിജയത്തിലേക്ക് നയിക്കുന്നു. ഇസ്രായേൽ ജനത്തിന്റെ ഒന്നാമത്തെ രാജാവായി ദൈവകൽപ്പന പ്രകാരം ശമൂവേൽ പ്രവാചകൻ ശൗലിനെ അഭിഷേകം ചെയ്യുന്നു. തുടർന്ന് അമോന്യ രാജാവായ നാഹാശിന്റെ ആക്രമണം ഇസ്രായേൽ ജനതയ്ക്ക് നേരെ ഉണ്ടാകുമ്പോൾ ജനം പെട്ടെന്ന് ഭയചകിതരായിത്തീരുന്നു. എന്നാൽ ഈ വാർത്ത കേട്ട രാജാവിന്മേൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ പ്രവർത്തിച്ചതായി നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ശൗൽ രാജാവ് ജനത്തെ ഒന്നിപ്പിച്ചു നിർത്തുകയും യുദ്ധത്തിന് നയിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ അനന്തരഫലമായി ഇസ്രായേൽ ജനത വലിയ വിജയം നേടുവാനായിട്ട് കാരണമായി തീരുന്നു. മാത്രമല്ല, ഇവിടെ ശത്രു സൈന്യത്തിന് വലിയ പരാജയം സംഭവിക്കുന്നു. കൂടാതെ ജനങ്ങളിൽ വലിയ ഐക്യം സാധ്യമായി തീരുന്നു. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ് യഥാർത്ഥ വിജയം നൽകുന്നത്. ദൈവത്തിന്റെ ശക്തിയാണ് യഥാർത്ഥ ഐക്യം നൽകുന്നത്. അങ്ങനെയെങ്കിൽ വിജയവും ഐക്യവും ഇല്ലാത്ത ഇടം ദൈവാത്മാവ് ഇല്ലാത്ത ഇടങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും ഇന്ന് ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമതായിട്ട്, അനുസരണക്കേട് പരാജയത്തിലേക്ക് നയിക്കുന്നു. 1 ശമൂവേൽ 13 അധ്യായത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പെട്ടെന്ന് ഫെലിസ്ത്യർ യുദ്ധത്തിന് എത്തിയപ്പോൾ ശൗൽ ഭയപ്പെട്ടു പോകുന്നുവെന്ന്. അതിനാൽ ശമൂവേൽ പ്രവാചകൻ എത്തുന്നതിന് മുമ്പേ ശൗൽ രാജാവിന് ഒരിക്കലും അനുവദനീയമല്ലാത്ത യാഗം അർപ്പിക്കുവാനായിട്ട് ശൗൽ രാജാവ് അവിടെ തയ്യാറാകുന്നു. അത് ഒരിക്കലും രാജാവിൻ്റെ ഉത്തരവാദിത്വമായിരുന്നില്ല. എന്നാൽ ഇത് വലിയ ഒരു അനുസരണക്കേടിലേക്ക് നയിക്കുന്നു. ഈ അനുസരണക്കേടിൻ്റെ ഫലം ലഭിച്ച അനുഗ്രഹം നഷ്ടമാകുവാനായിട്ട് കാരണമായി തീരുന്നു. 1 ശമൂവേൽ 13 അധ്യായം 13 വാക്യത്തിൽ നമ്മൾ കുറിവാക്യമായി വായിച്ച ഭാഗത്ത് നമ്മൾ കാണുന്നത്, ഇസ്രായേലിന്മേൽ നിന്ന് നിന്റെ രാജത്വം എന്നേക്കുമായിട്ട് നീക്കിയിരിക്കുന്നു എന്ന് പറയപ്പെടുന്നതാണ്. ഭയം മൂലമെടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ ജീവിതത്തിൽ വലിയ നഷ്ടം വലിച്ചു വരുത്തുന്നു. ദൈവകൽപ്പന ലംഘിക്കുന്നത് അനുസരണക്കേടാണ്. അത് നമ്മെ പരാജയത്തിലേക്കും പാപത്തിലേക്കും നയിക്കുന്നതായിട്ട് ഈ വേദഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ അനുസരണക്കേടിലൂടെ പരാജയത്തിലേക്ക് അകപ്പെട്ടു പോകുന്നതാകാതെ ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കപ്പെടുന്ന അനുഭവങ്ങൾ നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഉണ്ടാകണം. അത്തരത്തിൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. പലപ്പോഴും ഞങ്ങൾ ഭയം കൊണ്ടും അനുസരണക്കേടുകൊണ്ടും തെറ്റായ തീരുമാനങ്ങൾ എടുത്തു പോകുന്നു. അതിനാൽ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ. പരീക്ഷണങ്ങളിലും ബുദ്ധിമുട്ടിലും അങ്ങയിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ ഏവരെയും ഇടയാക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.